അടിച്ചിട്ടില്ല, മുതലടിച്ചിട്ട് അത് പിന്നെ പുളിയക്കോട് ആക്കപ്പറമ്പ് പറഞ്ഞ സ്ഥലത്ത് എന്തെങ്കിലും പരിക്ക് പറ്റിയാന്ന്? ആ കാലിന് ഒരു 9 മുറിയോളം ഉണ്ടായിരുന്നു. 75 വയസ്സായിരുന്നു. ഒരു 51 മിക്കവാറും ജനനം. 51. പിന്നെ എത്ര വർഷമായിട്ട് ഈ മീൻപിടുത്തത്തിൽ നിങ്ങളുടെ? ഞാനോ ഒരു പിന്നെ 68 വർഷം ആയിട്ടുണ്ടാവും. മീൻപിടുത്തം കൃഷി മീനല്ലേ നിങ്ങളെ? സ്ഥിരമായിട്ട് തോട്ടുമീൻ കഴിക്കും? തോട്ടിലെ മീന് പിടിക്കും ആണ് പോയത്. അത് പല പുഴയിലും പോയിട്ടുണ്ട്. നാട്ടില് വലിയതായാലും കേട്ടോ. ഇതിലിപ്പോ നിങ്ങൾക്ക് പുഴയ്ക്ക് ഈ തോട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് കുറെ പേടിക്കേണ്ട പല കാര്യങ്ങളുണ്ടല്ലോ, ആളുകൾക്ക് അറിയാത്ത. ഇപ്പൊ നീർനായ പല ശല്യങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് ഇതുവരെ അങ്ങനെ നീർനായ കടിച്ചിട്ടില്ല? ഇല്ല, നീർനായ അടിച്ചിട്ടില്ല, മുതലടിച്ചിട്ട്. എവിടെ അടിച്ചേ? അത് പിന്നെ പുളിയക്കോട് ആക്കപ്പറമ്പ് പറഞ്ഞ സ്ഥലത്ത്. ആ കാലിന് ഒരു 9 മുറിയോളം ഉണ്ടായിരുന്നു. വെള്ളത്തിനാണ് പുറത്തുനിന്നോ? അല്ല, അത് ഒരു 78 സംഭവം. ഈ കരയൂടെ ഇങ്ങനെ പോയത്. അങ്ങനെ വെള്ളത്തില് ഇറങ്ങി. ഈ മുതലുള്ള വിവരം നിങ്ങളോട് അറിഞ്ഞിട്ടില്ല? അറിഞ്ഞി കുളിച്ചാതെ ഇറങ്ങി. അങ്ങനെ അതിന്റെ ഇടയില് ഇതിമൊക്കെ ഹരം എന്താ? ഇതിമേക്കോ ചെറുപ്പം നിങ്ങളെ കാണുമ്പോ ഫുള്ള് പാടത്ത് അല്ലേ ചളി. എന്നാലും നിങ്ങൾ അങ്ങാടിക്ക് ഇറങ്ങി നല്ല വൃത്തിയിൽ ഡ്രസ്സിലൊക്കെ ഇട്ട് ഇറങ്ങി എല്ലാം കൊണ്ടും നിങ്ങൾ സന്തോഷിക്കാം. എന്താണ് ഇതിന്റെ ഒരു വൈബ്? അതിന്റെ വൈബ് എന്ന് പറഞ്ഞാല് ഇതൊരു ഹരം എന്ന് പറഞ്ഞാല് ഇത് പിടിക്കൽ തന്നെ 1ാമത്തെ ഒരു ഹരം. അപ്പൊ മീൻ കണ്ട് ധാരാളം വരികയാണെങ്കിൽ അപ്പൊ എല്ലാം മറന്ന് അതിനായിട്ട് പിടിക്കാൻ നോക്കും. അത് എന്താ തന്ത്രം വെച്ചാൽ ആ തന്ത്രമൊക്കെ അവിടെ ഉപയോഗിക്കും. മീൻ പിടിക്കാൻ പോകാന് കിട്ടാതെ ഒന്ന് തന്നെ കിട്ടട്ടേക്കും. അപ്പൊ ഒന്ന് തന്നെ കിട്ടിയാല് ഒരു കറിക്ക് തന്നെ കിട്ടണമെന്നോ വേണ്ടിയിട്ട് അങ്ങനെ വെക്കും. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ പോകും. പിന്നെ 2ാമത്തെ ഒരു ഹരം എന്ന് പറഞ്ഞാല് കിട്ടാല് വലിയൊരു മീനൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചാടി പോയിട്ട് അതിനെ കിട്ടുമോ നോക്കുന്ന ഒരു കമ്പുണ്ടാവും. അങ്ങനെ ഒരു ഹരം അങ്ങനെ വരും. പിന്നെ നല്ലോണം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തറിയോ പോകാനും തോന്നൂല. കിട്ടണോടത്തോളം കിട്ടട്ടെ എഴുതിയിട്ട് ഭക്ഷണം വരെ കഴിക്കാൻ മറന്ന് പിടിച്ചു പോകും. അതായത് ഒരു മെയിൻ ഹരം. പിന്നെ ഒരു ഹരം വരും. ആ മീൻ പിടിക്കാൻ പറ്റിയ ഒരു ആയുധം നമ്മളെ വേണമല്ലോ എന്നുണ്ട്. അപ്പൊ അതിനെന്താ വാടൊക്കെ ചെയ്തിട്ട് അതുണ്ടാക്കും. അപ്പൊ ഏകദേശം ഒരു 14 ലൈൻ ഇങ്ങനെ ഇട്ട് പോന്നിച്ചാൽ ഒരു വാട കറക്റ്റായിട്ട് വിരിയും. വീശുന്ന വലയാണ്. ഇതിനാണെങ്കിൽ പഴയ കാലത്ത് മണ്ണിന്റെ മണി കൊശോരുണ്ട് ഉണ്ടാക്കിച്ചിട്ട് കരിമ്പിന്റെ തണ്ടും ഒക്കെയാണ് കൊടുക്കുക. ആദ്യം നേരത്തെ തൂങ്ങാൻ വേണ്ടിയിട്ട് മണ്ണിന്റെ മണി കൊശോര കൊണ്ട് വാർപ്പിച്ചുണ്ടാക്കും. കരിമ്പിന്റെ കമ്പ് വെട്ടിയിട്ട്